ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഞാനിവിടെ റവ കൊണ്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ റവ വെച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1/4 ഗ്ലാസ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വറുത്ത റവ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമായിട്ട് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ശർക്കര സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കി മാറ്റി വയ്ക്കാം. അതിനായിട്ട് 3 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനെടുത്ത ശർക്കര ക്യൂബ് ചെറുതായതുകൊണ്ട് ഞാൻ 2-3 എടുത്തത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ 2 എടുത്താൽ മതിയാവും. അതുപോലെ ഇതിലെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞതും 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പഴവും തേങ്ങയും ഒക്കെ ശർക്കര പാനിയായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ റവ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അതിനുശേഷം നമ്മളെ ഫില്ലിങ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ആക്കിയതിന് ശേഷം ചെറിയൊരു ബോൾസ് ആക്കി എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്നാക്സിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീമറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിലിണ്ടർ ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബോൾസ് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഉണ്ടാക്കുന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതുപോലെ തന്നെ നമ്മളുടെ ഫില്ലിങ് ഉണ്ടല്ലോ, അത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ ഒരില വെച്ച് കൊടുത്തിട്ട് ഇലയിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ റവ ബോൾസ് വെച്ച് കൊടുക്കുന്നത്. റവ ആയതുകൊണ്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇല വെച്ച് കൊടുത്തത്. അപ്പോൾ അതുപോലെ മുകളിലും ഒരില വെച്ച് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുമെന്ന് സ്റ്റീം കയറിയാൽ മാത്രം മതി. കാരണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി വെന്ത് വന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചെടുക്കാം. ഞാനിവിടെ ഡെസിക്കാറ്റ് കോക്കനട്ട് വെച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡെസിക്കാറ്റ് കോക്കനട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചിരകിയ തേങ്ങയുണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇത് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്ന കൊഴുക്കട്ടയുടെ ഏകദേശം സെയിം തന്നെയാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.